അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 49. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ലയുൻബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ഹുമസ ഇന്നത്തോടുകൂടെ നാം വിശദീകരിച്ചു അവസാനിപ്പിക്കുകയാണ്. ബറക്കത്തിനൽപ്പം പറഞ്ഞുവെന്ന് മാത്രം തീർത്തു പറയാൻ ഏതായാലും സാധിക്കില്ല. കല്ല, വേണ്ട. പണത്തെ പടച്ചോനാക്കി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊച്ചാക്കുന്ന ശൈലി, അവരെ നിന്ദിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ശൈലിയെ പേടിക്കണം. കല്ല, വേണ്ട കേട്ടോ, വേണ്ട. ഈ ശൈലി ഉപേക്ഷിച്ചേ പറ്റൂ. ലയുംബദന്ന ഫിൽ ഹുതമ. ജനങ്ങളുടെ അഭിമാനത്തെ കാപ്പൈസക്ക് വിലയില്ലാതെ വലിച്ചെറിയുന്നവൻ ആരാണോ അവനെ തീർച്ചയായിട്ടും എറിയപ്പെടും, അവനെ ഇടപെടും. ഫിൽ ഹുതമ, തകർപ്പൻ നരകത്തിൽ ഇടപെടും. വമാ അദ്റാക മൽ ഹുതമ. ഏതാണ് ഈ ഹുതമ എന്ന നരകം? നബിയെ തങ്ങൾക്കറിയുമോ? തീർച്ചയായിട്ടും ഹുതമ എന്ന നരകത്തിന്റെ പ്രത്യേകത ഏതൊന്നിനെയും തകർത്ത് തരിപ്പണമാക്കുന്ന നരകം. തുഹത്തിമു കുല്ല ശൈഇൻ യഖഉ ഫിഹാ. അതിൽ വീഴുന്ന എന്തിനേയും അത് തകർത്തെറിയും. അതാണ് ഹുതമ എന്ന് പറഞ്ഞതിന്റെ ആശയം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. മാത്രമല്ല, ഒരു മനുഷ്യ ബുദ്ധിക്ക്, മനുഷ്യ സങ്കല്പത്തിന് ഒതുങ്ങാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് വമാ അദ്റാക് എന്ന് പറയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വമാ അദ്റാക മൽ ഹുതമ. എന്നാൽ മനുഷ്യ സങ്കല്പത്തിന് ഒതുങ്ങാത്തതിനെക്കുറിച്ചാണ് വമാ അദ്റാക മൽ ഹുതമ പറയുന്നതെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് അതിന്റെ അർത്ഥം? വമാ അദ്റാക മൽ ഹുതമ, എന്താണ് ഈ ഹുതമ എന്ന നരകം? നബിയെ തങ്ങൾക്കറിയുമോ? അതിന്റെ യാഥാർത്ഥ്യം തങ്ങൾക്ക് എങ്ങനെ പിടുത്തം കിട്ടാനാണ്? എങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം തങ്ങൾക്ക് പിടുത്തം കിട്ടുക എന്നാണ് ആ ചോദിച്ചതിന്റെ അർത്ഥം. അത് മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാലും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും വിധത്തില് ചെറുതായി അതിന്റെ ഒരു മോഡൽ അള്ളാഹു അവതരിപ്പിക്കും. വമാ അദ്റാക ചോദിച്ചാലും. പക്ഷെ വമാ യുദ്രീക് എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട് ഖുർആനിൽ. അങ്ങനെ ചോദിച്ചാൽ മോഡൽ പോലും പറയാതെ അത് തീർത്തും മനസ്സിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്ന നിലക്ക് തന്നെ അങ്ങ് മുന്നോട്ടു പോകലാണ് വിശുദ്ധ ഖുർആനിന്റെ ശൈലി. അവിടെ ഒരു ഉദാഹരണം പോലും പറയില്ല. ഏതായാലും ഇവിടെ മനുഷ്യ സങ്കല്പത്തിന് ഒതുങ്ങാൻ പറ്റുന്ന മട്ടിൽ അത് വിശദീകരിക്കുന്നു. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാം. നാറുല്ലാഹിൽ മൂഖദ. കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പടച്ചറബിന്റെ തീയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ വ്യക്തമാക്കി, യൂഖദു അലൈഹ അൽഫ ആമിൻ ഹത്ത ഹ്മറത് ثم يوقد عليها ألف عام حتى بيضت ثم يوقد عليها ألف عام حتى سودت. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, 1000 കൊല്ലം, ആദ്യം 1000 കൊല്ലം കത്തിക്കുമ്പോൾ നരകത്തിലെ തീ ചുവന്നു തുടുത്തു നിൽക്കും. എങ്കിൽ വീണ്ടും 1000 കൊല്ലം കത്തിക്കുമ്പോൾ നരകത്തിലെ തീ വെളുത്തുരുണ്ട് നിൽക്കും. വീണ്ടും 1000 കൊല്ലം കത്തിക്കുമ്പോൾ കറുത്തിരുണ്ട് നിൽക്കും. ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തിയത് കാണാം. സുബ്ഹാനല്ലാഹ്. തീയിന്റെ കളറ് ചുവപ്പായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. എങ്കിൽ ഒന്നും കൂടെ തീയിന് ചൂട് കൂടിയാൽ അത് വെള്ളയിലേക്ക് പരിണമിക്കുന്നതും ദുനിയാവിൽ നിന്ന് അല്പസ്വല്പമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തീ എല്ലാ അർത്ഥത്തിലും അതിന്റെ ചൂടിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് തീയിന്റെ കളറ് കറുപ്പായി മാറുകയാണ്. നമുക്കിവിടുന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ലോകം. സുബ്ഹാനല്ലാഹ്. ആ നരകത്തീയിനെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലത്തി തത്വലിയു അലൽ അഫ്ഇദ.
നാറുല്ലാഹിൽ മൂഖദ അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ. അള്ളാഹുവിന്റെ ഈ തീയ്, പടച്ചറബൊരുക്കിയ അതികഠിന കഠോരമായ ഈ തീയ് മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവും ലോലമായ അവയവമായ ഹൃദയത്തിന്റെ മേൽ അത് കടന്നു കത്തും. അത് ഡാൻസ് ചെയ്യും, നൃത്തം വെക്കും, അത് പടർന്നു കത്തും. അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ. ചെറുതായൊന്ന് നോവിച്ചാൽ തന്നെ വല്ലാതെ വേദനിക്കുന്ന ഹൃദയത്തെ ഇത്രയും വലിയ തീയ് ആക്രമിക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ സ്വഭാവമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അവസാനമായി പറയുന്നു, ഇന്നഹ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. ഈ നരകം അവകാശികളുടെ മേൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു റൂം, ആ റൂമിനുള്ളിലേക്ക് ഒരു ജനവാതിൽ പോലും തുറന്നിടാതെ എല്ലാ പഴുതുകളും കൊട്ടിയടച്ച് അതിന്റെ ഉള്ളിൽ ഇരുന്നാൽ സുബ്ഹാനല്ലാഹ്, AC ഇല്ലാതെ ഇരിക്കാൻ കഴിയില്ല. ഒന്നും വേണ്ട, നമുക്കതിന്റെ ഉള്ളിൽ നിന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് പുറത്തു ചാടേണ്ടി വരും. എങ്കിൽ ആ റൂമിന്റെ ഉള്ളിൽ അല്പം പുകയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിലുള്ള ഹാലെന്താണ്? സുബ്ഹാനല്ലാഹ്, ആലോചിക്കാൻ വയ്യ. അവിടെയാണ് ഇത്രയും വലിയ കടുപ്പമുള്ള തീയ്. ഒരു പഴുതുപോലും പുറത്തേക്കും അകത്തേക്കും വായു കടക്കാനും പുറപ്പെടാനുമൊന്നും ഒരവസരവുമില്ലാത്ത വിധം ഇത്രയും കഠിനമായ അദാബ് സഹിക്കുമ്പോൾ എത്രയായിരിക്കും ആ നരകത്തിന്റെ വേദന. ഇന്നഹ അലൈഹിം മുഅ്സദ. നരകം അതിന്റെ അവകാശികളുടെ മേൽ എല്ലാ വാതായനങ്ങളും കൊട്ടിയടക്കപ്പെട്ടതാണ്, ഒരു പഴുതുപോലുമില്ലാതെ. ഫീ അമദിൻ മുമദ്ദദ. ആ വാതിലുകളുടെ വിലങ്ങിന് വലിയ നീളമുള്ള ദണ്ടുകൾ വെച്ചിട്ടുണ്ടാകും. നീളമുള്ള ദണ്ടുകളിൽ വാതിലുകൾ അടക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വാതില് കുറ്റിയിട്ട് സാക്ഷയിട്ട് തട്ടിയടച്ചാലും വീണ്ടും അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി വാതിലിന് ക്രോസ് ആയിട്ട് നമ്മൾ വലിയ കമ്പികൾ വെക്കാറുണ്ട്, വലിയ പലകകൾ വെച്ചു കൊടുക്കാറുണ്ട്. അത്രത്തോളം ബന്ധിപ്പിക്കുകയാണ്. അതല്ല, ഫീ അമദിൻ മുമദ്ദദ, നീളമുള്ള തൂണുകളിൽ കെട്ടിയിടും നരകത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെയൊക്കെ വിശദീകരിച്ചവരുണ്ട്. എന്തായാലും സുബ്ഹാനല്ലാഹ്, ആലോചിക്കാൻ പോലും വയ്യ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെയും നമുക്ക് ബന്ധപ്പെട്ടവരെയും ഈ കഠോരമായ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അതിൽ പോകാനുള്ള പ്രധാന കാരണം മനുഷ്യന്റെ നാക്കാണത്രേ. നാവിനെ നിയന്ത്രിക്കുക, നല്ലവരാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.